8ാം ക്ലാസ് മലയാളം സെക്കൻഡ് വെയിറ്റേജ്. ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇവിടെ മക്കളെ, നമ്മുടെ മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അന്തം വിട്ട് പണ്ടാരടങ്ങി നിൽക്കാൻ പാടുണ്ടോ? ഇല്ല, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എക്സാമൊക്കെ പാറ്റേണൊക്കെ മാറി വരികയാണ്. പഴയകാല എക്സാമിൻ്റെ രീതിയല്ല ഇപ്പോഴത്തെ എക്സാമിൻ്റെ രീതി. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നാളത്തെ പേപ്പർ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. 8ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡിലെ ആ പേപ്പറിനെ കുറിച്ചും ആ വെയിറ്റേജിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോസാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമുകളിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ ചാടിക്കേറി എഴുതാൻ നിൽക്കാൻ പാടില്ല. പകരം എന്തു വേണം മക്കളെ? ആ നിർദ്ദേശങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസത്തിനുള്ള സമയമാണ്. ഓക്കെ, സമാശ്വാസം വെച്ചെന്താണ്? സ്കൂൾ ഓഫ് ടൈമാണ്. ഓക്കെ, കൂൾ ഓഫ് ടൈമാണ്. ഓക്കെ, അതായത് ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഈ സമയം വിനിയോഗിക്കണം. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക. ആ ചോദ്യങ്ങൾ വായിച്ച് അതിന് എത്രമാത്രം എങ്ങനെ ഞാൻ ഉത്തരം എഴുതണം എന്ന ചിന്തയിലേക്ക് നിങ്ങൾ ആദ്യം എത്തുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ അത് വായിച്ച് നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ചാടിക്കയറി എഴുതുക എന്നതല്ല. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. രണ്ടാമതായി ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. മക്കളെ, നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതായിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരു ചോദ്യത്തിന് മാത്രമല്ല, എല്ലാ ചോദ്യത്തിനും ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ അത് നമുക്ക് അങ്ങനെ വിടാം. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻസ് രണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ ഒന്ന് മാത്രം എഴുതിയാൽ മതി. രണ്ടും കയറി എഴുതി കൂടുതൽ മാർക്ക് കിട്ടാമെന്ന് വിചാരിച്ചാൽ കിട്ടില്ല. രണ്ടെണ്ണം എഴുതിയാൽ മാർക്ക് കിട്ടില്ല. ഒന്ന് എഴുതിയാലേ മാർക്ക് കിട്ടൂ. ഓക്കെ, ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. മക്കളെ, എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം എഴുതണം. അല്ലെങ്കിൽ ബി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. അല്ലെങ്കിൽ എ ഓർ ബി. ഓക്കെ, അല്ലെങ്കിൽ എന്ന് കണ്ടാൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഉത്തരം എഴുതുക. ചാടിക്കയറി രണ്ടിനും ഉത്തരം എഴുതാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ സമയം കളയും, കൂടുതൽ മാർക്കും ലഭിക്കില്ല. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം അല്ലേ. സമയം നോക്കണം, സ്കോറും നോക്കണം. 7 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ വേണം ഉത്തരം എഴുതാൻ അല്ലേ. പിന്നെയോ 4-5 മാർക്കിൻ്റെ ചോദ്യത്തിന് അരപ്പുറം കവിയാതെ. അപ്പോൾ സമയവും സ്കോറും പരിഗണിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഉത്തരം എഴുതാൻ മുത്തുമണികളെ. ഓക്കെ, പിന്നെ ആകെ എത്ര മാർക്കിനാണ് ചോദ്യം? 40 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. 1.5 മണിക്കൂർ. നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റ് എക്സാം എഴുതിയ പോലെ തന്നെയാണ് മലയാളം സെക്കൻഡും. യാതൊരു മാറ്റവുമില്ല. 40 മാർക്കാണ്, 1.5 മണിക്കൂറാണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക അല്ലേ. 1 മാർക്ക് വീതമാണ് ഉണ്ടാവുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ 1 മാർക്ക് വീതം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും മക്കളെ? 4 മാർക്ക് കിട്ടും അല്ലേ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ 5 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതണം അല്ലേ. 5, 6, 7. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 മാർക്ക് വീതം. 3 ചോദ്യത്തിന് 9 മാർക്ക് കിട്ടും. പിന്നെയോ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. മക്കളെ, അരപ്പുറവും ഒരു പുറവും മാറിപ്പോകരുത്. അരപ്പുറം വെച്ചാൽ ഇത്ര ഒരു പേപ്പറിൻ്റെ, ഇതൊരു പേപ്പറാണ്, ഇതിൻ്റെ ഇത്ര വരെയാണ് എന്ത് അരപ്പുറം എന്ന് പറയുന്നത്. എന്നാൽ ഒരു പുറം എന്ന് പറഞ്ഞാലോ ഒരു പുറം ഒരു മുഴുവനുമായി. ഇതൊക്കെ ഒരു പുറാണ്. ഓക്കെ, അത് മാറിപ്പോകരുത് മക്കൾക്ക്. ഓക്കെ, പിന്നെന്താണ് മക്കളെ? അത് എത്ര മാർക്കിനാണ്? 4 മാർക്ക് വീതം 5 മാർക്ക് വീതം 4 ചോദ്യങ്ങൾക്ക്. അതായത് 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 8, 9, 10, 11 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 5 ചോദ്യം ഉണ്ടാകും. അതിൽ 1 ഓറാണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഒന്നുണ്ടാകും. അത് 4 മാത്രം എഴുതിയാൽ മതി. എത്ര മാർക്ക് വീതം? 5 മാർക്ക് വീതം. 20 മാർക്ക് കിട്ടിയില്ലേ. പിന്നെയോ താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഒരു പുറത്തിൽ കവിയാതെ അല്ലേ. ഒരു പുറം എന്ന് വെച്ചാൽ ഈ പേപ്പർ മുഴുവൻ, ഈ പേപ്പറാണ് ഒരു പുറം എന്ന് പറയുന്നത്. എത്ര മാർക്കാണ് മക്കളെ? 7 മാർക്കാണ്. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതിയാൽ. അതിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്ന ഓപ്ഷൻ ഉണ്ടാവും. രണ്ടും എഴുതണ്ട, 1 മാത്രം എഴുതുക. നിങ്ങൾ നന്നായി പഠിച്ച, നന്നായി മാർക്ക് വാങ്ങാമെന്ന് നിങ്ങൾക്ക് വിചാരമുള്ള, ചിന്തയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാൻ മതി കേട്ടോ, ഓർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മലയാളം സെക്കൻഡ് 8ാം ക്ലാസ്സിലെ ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗമുണ്ട്. കുരുവിയും കാട്ടുതീയും, പിന്നെ കൊച്ചു ദേവദാരു, പെരുമഴയത്ത്. ഇതിനൊക്കെ പ്രധാനമായ ചോദ്യങ്ങളൊക്കെ വരും അല്ലേ. ഉപന്യാസം നമുക്ക് കാണാൻ സാധിക്കില്ലേ. ഉപന്യാസമുണ്ട്. ആസ്വാദന കുറിപ്പ് ചിലപ്പോൾ ചോദിക്കാം. ആസ്വാദന കുറിപ്പ്. പിന്നെയോ മക്കളെ പ്രഭാഷണം,
പ്രഭാഷണം ചോദ്യമായി വരും. പിന്നെ എന്താണ്, പത്രവാർത്ത ചോദ്യമായി വരും. ഇതൊക്കെ എത്ര മാർക്കിന് മക്കൾ വരിക? ഇതൊക്കെ 7 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, ഉപന്യാസം എഴുതാൻ അറിയില്ല എൻ്റെ മക്കൾക്ക്? ഉപന്യാസം എഴുതാൻ വരും. തലക്കെട്ടൊക്കെ കൊടുത്ത് ആമുഖമൊക്കെ കൊടുത്ത് വേണം ഉപന്യാസം എഴുതാൻ. ആസ്വാദനക്കുറിപ്പ് അങ്ങനെ തന്നെയാണ്. പക്ഷേ ആസ്വാദനക്കുറിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച കവിതയോ കഥയോ ആയിരിക്കില്ല ആസ്വാദനക്കുറിപ്പ് വരിക, മറിച്ച് പുറത്തു നിന്നും ഏതെങ്കിലും കവിതയോ കഥയോ തരും. അത് വായിച്ച് എൻ്റെ മക്കൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അതാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. പിന്നെ പ്രഭാഷണമുണ്ട്. പ്രഭാഷണം എഴുതുമ്പോൾ എന്ത് വേണം? തുടക്കം വേണം, അല്ലേ? നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണം. പിന്നെയോ പത്രവാർത്ത, നമ്മൾ പെരുമഴയത്ത് എന്ന് പറയുന്ന കഥ പഠിച്ചില്ലേ? നമ്മൾ ദേവകി നിലയംകൊണ്ടിൻ്റെ ആ ഒരു അനുഭവക്കുറിപ്പ്. അപ്പം എന്ത് വേണം? പത്രവാർത്ത എഴുതാൻ ചോദ്യം വരും. ഒരു സ്ഥലത്ത് സംഭവിച്ച കാര്യങ്ങളെ ആസ്പദമാക്കി പത്രവാർത്ത എഴുതാൻ ചോദ്യം വരും. പിന്നെയോ മക്കളെ എന്ത് വരാം? പിന്നെ എന്താണ് നമുക്ക് ചാൻസിൽ? ആത്മകഥയല്ലേ? ആത്മകഥ എഴുതാൻ ചിലപ്പോൾ ചോദ്യം വരും. കാരണം എന്താണ്, നമ്മുടെ കൊച്ചു ദേവദാരു എന്ന് പറയുന്ന കഥയിൽ ആത്മകഥ പോലെയല്ലേ നമ്മുടെ കൊച്ചു ദേവദാരു കഥ പറയുന്നത്? അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ആത്മകഥ എഴുതാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആത്മകഥ സങ്കല്പിച്ച് എഴുതാനോ ചോദ്യം വരും. അപ്പോൾ നമ്മുടെ കഥയാണ് ആ രീതിയിൽ എഴുതുക. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം പോലും പറഞ്ഞുതരാം. ഉപന്യാസം എഴുതുമ്പോൾ അധികം മക്കൾക്കുള്ള ഡൗട്ടാണ്, സാറേ എങ്ങനെയാണ് ഉപന്യാസം എഴുതുക? ഉപന്യാസം എഴുതുമ്പോൾ ആദ്യം എന്ത് വേണം മക്കളെ? തലക്കെട്ട് വേണം. ആദ്യം തലക്കെട്ട് വേണം. പിന്നെയോ ആമുഖം വേണം. ആമുഖം വേണ്ടടാ. പിന്നെന്താ വേണ്ടേ? ശരീരഘടന വേണം. ശരീരഘടന ഉദ്ദേശിക്കുന്നത് എന്താ മക്കളെ? ഇവിടെയാണ് ആശയം, പിന്നെയോ അർത്ഥം, പിന്നെയോ സന്ദേശം എന്നിവ കടന്നു വരുന്നത്. ആശയം, അർത്ഥം, സന്ദേശം എന്നിവ വരുന്നത് എവിടെയാണ്? ശരീരഘടനയിലാണ്. പിന്നെന്താണ് നാലാമത്തതായിട്ട്? ഉപസംഹാരമാണല്ലേ? ഉപസംഹാരം. ഒരു മിനിറ്റടാ. ഉപസംഹാരം. ഓക്കെ, ഉപസംഹാരം നമുക്ക് വേണം. ഉപസംഹാരം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് പൂർത്തിയാവൂ? നമ്മുടെ ഉപന്യാസം പൂർത്തിയാകൂ. ഇപ്പം നല്ലൊരു തലക്കെട്ട് കൊടുക്കണം, അല്ലേ? തലക്കെട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഹെഡിങ്, ഒരു ശീർഷകം കൊടുക്കുക. അതാണ് തലക്കെട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ആമുഖം വേണം, തുടക്കം വേണം. നല്ലൊരു തുടക്കത്തിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ ഉപന്യാസം സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ശരീരഘടന, അല്ലെ? മൂന്നാമത്തെ നാലാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ആശയം, സന്ദേശം, അർത്ഥം ആ ഒരു രീതിയിൽ ഉപന്യാസം എഴുതി വെക്കുക. അവസാനം ഉപസംഹാരം കൊടുത്ത് ഉപന്യാസം അവസാനിപ്പിക്കുക. മൊത്തത്തിൽ ഒരു പേജ് ഇങ്ങനെയാണെങ്കിൽ മക്കളെ, ഒരു പേജിൽ 4 പാരഗ്രാഫ് വേണം കേട്ടോ. തലക്കെട്ടൊക്കെ കൊടുത്ത് 4 പാരഗ്രാഫിൽ വേണം നിങ്ങൾക്ക് ഉപന്യാസം തയ്യാറാക്കാൻ. ഇത് മറന്നു പോകരുത്. ഇനി നമ്മൾ പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് മക്കളെ? പ്രഭാഷണം എങ്ങനെയാണ് മക്കൾ തയ്യാറാക്കുക? അല്ലേ? ആദ്യം നമസ്കാരം എന്ന് എഴുതണ്ടേ? നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങുക. ഓക്കെ, മാന്യ സദസ്സിന് വന്ദനം അല്ലെങ്കിൽ നമസ്കാരം. എന്നിട്ട് എന്ത് എഴുതുക? നിങ്ങളുടെ പോയിന്റുകൾ എഴുതുക, അല്ലേ? കണ്ടന്റ് എഴുതുക, നിങ്ങളുടെ പോയിന്റ്, അതിൻ്റെ അർത്ഥം, അല്ലേ? അർത്ഥം എഴുതുക. വിഷയം എഴുതുക. ഓക്കെ, നിങ്ങൾ ആ ഒരു പ്രഭാഷണത്തിൻ്റെ അർത്ഥം, വിഷയം ഇവയൊക്കെയാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് എന്താണ് വിഷയം കിട്ടിയത് അതൊക്കെ ഇവിടെ വ്യക്തമായി എഴുതുക. ഓക്കെ, അർത്ഥം, വിഷയം എന്നിവ വ്യക്തമായി എഴുതേണ്ടതുണ്ട്. വിഷയം കൃത്യമായി ഇവിടെ പ്രതിപാദിക്കണം. പിന്നെ അവസാനിപ്പിക്കണം എങ്ങനെയാണ് മക്കളെ? എങ്ങനെ അവസാനിപ്പിക്കുക? നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഇതിലൊക്കെ പ്രധാനം എന്താണ് മക്കളെ? പാരാഗ്രാഫായിട്ട് എഴുതണം. പാരാഗ്രാഫ് വേണം. ഓക്കെ, ഗണ്ണിക തിരിച്ചെഴുതുക, അതാണ് പ്രധാനം. ഉപന്യാസമായാലും പ്രഭാഷണമായാലും ഗണ്ണിക തിരിച്ചെഴുതണം. കാരണം എന്താണ്? ഇതൊക്കെ 7 മാർക്കിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഒരു പേപ്പർ കിട്ടിയാൽ മക്കളെ, ഒരു പേപ്പർ നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് ഒരു പേപ്പർ. ഒന്നും കൂടി ഞാൻ വൃത്തിയിൽ വരച്ചുതരാം. ഓക്കെ, നമുക്ക് എന്താണ് മറന്നു പോകരുത്, ഇതാണ് നമ്മളെ പേപ്പർ. ഈ പേപ്പറിൽ ഒരു പുറന്ന് വെച്ചാൽ ഇത് മുഴുവനും എന്താണ് മക്കളെ? ഒരു പുറമാണ്. ഇതിൽ കവ്യാതെ വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ, അത് മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? സാർ എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ്? വിശദമാക്കുക, വിശകലനം ചെയ്യുക, വിശകലനക്കുറിപ്പ്, പിന്നെ എന്താണ് മക്കളെ? താരതമ്യക്കുറിപ്പ്. ഇതൊക്കെ എത്ര മാർക്കിനാണ് വരിക? ഇതൊക്കെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. കഥാപാത്ര നിരൂപണം എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്? എത്ര മാർക്കിൻ്റെ ചോദ്യമാണ് മക്കളെ? 7 മാർക്കിൻ്റെ ചോദ്യമാണ്. എപ്പോൾ വിശദമാക്കുക, വിശകലനം ചെയ്യുക, കുറിപ്പ് തയ്യാറാക്കുക, താരതമ്യക്കുറിപ്പ്, ഇതൊക്കെ വരും 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. നിങ്ങൾക്കറിയില്ല വിശദമാക്കാൻ? ഒരു ചോദ്യം കിട്ടിയാൽ അതിനെക്കുറിച്ച് എഴുതുക. ഇതൊക്കെ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത്തരത്തിൽ ചോദ്യങ്ങൾ 5 മാർക്കിന് പ്രതീക്ഷിക്കാനായി സാധിക്കും. അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. പിന്നെന്താണ് മക്കളെ? ഒറ്റ വാക്കിൽ എഴുതുക.
ഒറ്റ വാക്കിൽ എഴുതുക. പിന്നെ ഇത് 2 വാക്യം 1 വാക്യമാക്കുക അല്ലേ? വാക്യം 2 വാക്യം 1 വാക്യമാക്കാനും 1 വാക്യം 2 വാക്യമാക്കാനും ഒക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ മക്കളെ പ്രസ്താവന തരത്തിൽ പ്രസ്താവന ഉണ്ടാകും. കാര്യം ശരി, കാരണം ശരി, കാര്യം തെറ്റ്, കാരണം തെറ്റ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മുടെ ഇന്നത്തെ എക്സാമിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ എക്സാമിൻ്റെ ഒക്കെ പാറ്റേൺ മാറി വരികയാണ്. അപ്പോൾ ചിന്തിക്കേണ്ട മെയിൻ കാര്യം, നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യത്തിന് പ്രാധാന്യം കൊടുക്കണം, 5 മാർക്കിൻ്റെ ചോദ്യത്തിന് പ്രാധാന്യം കൊടുക്കണം, 3 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും ചോദ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പം പക്ഷേ എല്ലാ മാർക്കിനും പ്രാധാന്യം കൊടുക്കണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതേടെ മക്കളെ, നമ്മുടെ ലക്ഷ്യം ചെറിയ പാസ് മാർക്കാണോ? അല്ല. എത്ര മാർക്കിനാണ് നമുക്ക് എക്സാം എന്ന് പറയുന്നത്? 40 മാർക്കിലാണ്. 40-ൽ 40 നമുക്ക് വാങ്ങേണ്ട മക്കളെ. A+ ആണ് നമ്മുടെ ലക്ഷ്യം. A+ ആണ് എക്സാം വിന്നർ ഫാമിലിയുടെ ലക്ഷ്യം, നിങ്ങളുടെ ലക്ഷ്യവും. ഇപ്പം 40 മാർക്ക് സ്കോർ ചെയ്യുക. എത്ര മണിക്കൂറാണ് എക്സാം? വെറും 1.5 മണിക്കൂറാണ് എക്സാം ഉള്ളത്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെല്ലാൻ. ഇപ്പോൾ എല്ലാ ചോദ്യവും വായിച്ച് നോക്കി കൃത്യമായി ആൻസർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി എക്സാം എഴുതുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാം വിന്നർ. ബൈ.